നമസ്കാരം. ഓണം അടുത്തെത്തിയതോടുകൂടി കേരളത്തിലെ സാധാരണക്കാരെയും സർക്കാർ ജീവനക്കാരെയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളെയും നേരിട്ട് ബാധിക്കുന്ന നിരവധി വാർത്തകളും അതോടൊപ്പം തന്നെ സന്ദേശങ്ങളുമാണ് ദിനംപ്രതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പല വാർത്തകളും ജനങ്ങളിൽ വലിയ പ്രതീക്ഷകളും ഒപ്പം തന്നെ അനവസരത്തിലുള്ള ആശങ്കകളും ആശയക്കുഴപ്പങ്ങളുമൊക്കെ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ക്ഷേമ പെൻഷൻ തുക 2 മാസത്തേത് ഒരുമിച്ച് ലഭിക്കുമോ, ഓണക്കാലത്തെ സൗജന്യ കിറ്റ് അതിൻ്റെ വിതരണം എന്ന് ആരംഭിക്കും, അതുപോലെ ഇത് ആർക്കൊക്കെയാണ് ലഭിക്കുക, സപ്ലൈകോ വഴി കുറഞ്ഞ വിലയിൽ വിതരണം ചെയ്യുന്ന സബ്സിഡി കിറ്റുകളൊക്കെ ഏതൊക്കെയാണ്, പുതിയ റേഷൻ കാർഡിനായിട്ടുള്ള അപേക്ഷ, അതുപോലെ കാർഡ് തരമാറ്റൽ സംബന്ധിച്ച അപ്ഡേറ്റുകൾ അതിപ്പോൾ നിലവിൽ സ്വീകരിക്കുന്നുണ്ടോ, കൂടാതെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറെ പ്രതീക്ഷ നൽകുന്ന ക്ഷാമബത്ത അഥവാ DA വർധനവ് നടപ്പിലാക്കിയോ തുടങ്ങിയ കാര്യങ്ങളിലാണ് ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആവശ്യമുള്ളത്. എന്നാൽ ഇതിൽ ചില വിഷയങ്ങളിൽ മാത്രമാണ് സർക്കാർ തലത്തിൽ നിന്നുള്ള ഔദ്യോഗിക വിവരങ്ങളും വ്യക്തതയും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മറുവശത്തെ ഭൂരിഭാഗം സന്ദേശങ്ങളും യഥാർത്ഥ വസ്തുതകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പടച്ചുവിടുന്ന തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള സാധാരണ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം വാർത്തകളുടെ സത്യാവസ്ഥ എന്താണെന്നും ഓരോ വിഷയത്തിലും നിങ്ങൾ ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ അത് എന്തൊക്കെയാണെന്നും വളരെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് കാണുക. അതോടൊപ്പം തന്നെ മാക്സിമം നിങ്ങളെല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യണം. ഏറ്റവും ആദ്യമായിട്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം. ഓണത്തോടനുബന്ധിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഒരുമിച്ച് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്ന തരത്തിലൊക്കെ തന്നെ ഇപ്പോൾ നിരവധി വാർത്തകൾ അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്, വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഗൗരവമായി തന്നെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. 2 മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് നൽകുമെന്ന രീതിയിൽ ധനകാര്യ വകുപ്പിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനവും അല്ലെങ്കിൽ വ്യക്തമായ ഉത്തരവും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 2 മാസത്തെ തുക ഉറപ്പായിട്ട് നമുക്ക് ലഭിക്കുമെന്ന് കരുതിക്കൊണ്ട് സാമ്പത്തിക കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നിങ്ങളെ പിന്നീട് വലിയൊരു നിരാശയിലേക്ക് നയിച്ചേക്കാം. നിലവിലിപ്പോൾ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഓണം പ്രമാണിച്ച് കുടിശ്ശികയോ വരാനിരിക്കുന്ന മാസത്തെ തുകയോ ചേർത്തുള്ള അടിയന്തര വിതരണത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് വരുന്നത് വരെ അതൊരു സാധ്യതയായി മാത്രം കാണുന്നതാണ് സുരക്ഷിതം. പെൻഷൻ തുക മാത്രം ആശ്രയിച്ച് വീട്ടു ചെലവുകളും അതോടൊപ്പം തന്നെ ഓണാഘോഷങ്ങളും ക്രമീകരിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങൾ ഇത്തരം സ്ഥിരീകരിക്കാത്ത വാർത്തകളിൽ വീണ് വായ്പകൾ എടുക്കുന്നതോ വലിയ ചെലവുകൾ മുൻകൂട്ടി ഉറപ്പിക്കുന്നതോ ഒഴിവാക്കേണ്ടതാണ്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ പണം കൃത്യമായിട്ട് തടസ്സമില്ലാതെ അക്കൗണ്ടിൽ എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രായോഗികമായിട്ടുള്ള ചില നടപടികളിലേക്ക് നമുക്ക് നോക്കാം. പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, അതുപോലെ തന്നെ ആധാർ ബന്ധിപ്പിക്കൽ, ബാങ്ക് KYC പ്രക്രിയ, കൂടാതെ മസ്റ്ററിങ് ഇവ കൃത്യമായി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് മുൻകൂട്ടി ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എങ്കിലും എല്ലാ പെൻഷൻകാരും വീണ്ടും എല്ലാ നടപടികളും ചെയ്യേണ്ടതുണ്ടെന്ന് ഇതിനർത്ഥമില്ല. നിലവിൽ നിങ്ങളുടെ രേഖകളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ അപ്ഡേഷനുകളോ ആവശ്യമുണ്ടോ എന്ന് പരിശോധിച്ചാൽ മാത്രം മതിയാകും. മസ്റ്ററിങ് ചെയ്യണമെന്ന് മുൻകൂട്ടി നിർദ്ദേശം ലഭിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി അത് കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പെൻഷൻ ലഭിക്കുന്ന വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ KYC അപ്ഡേഷൻ, മൊബൈൽ നമ്പറിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയും കൃത്യമായി പരിശോധിക്കുന്ന വഴിയുമൊക്കെ തന്നെ തുക ലഭിക്കുന്നതിലെ കാലതാമസം നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയട്ടെ, ചെറിയ രേഖാപരമായിട്ടുള്ള സാങ്കേതികത്വങ്ങൾ കാരണം എല്ലാവരുടെയും പെൻഷൻ അത് പൂർണ്ണമായിട്ട് മുടങ്ങുമെന്ന രീതിയിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഭീതിജനകമായിട്ടുള്ള സന്ദേശങ്ങളിൽ വീഴാതെ അവരവരുടെ വ്യക്തിഗത രേഖകളുടെയൊക്കെ തന്നെ അവസ്ഥ മാത്രം കൃത്യമായി പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓണം അടുത്തെത്തുമ്പോൾ കേരളത്തിലെ ഓരോ റേഷൻ കാർഡ് ഉടമയും ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് സൗജന്യ ഓണക്കിറ്റിൻ്റെ വിതരണം. ലഭ്യമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് സൗജന്യ ഓണക്കിറ്റിൻ്റെ വിതരണ നടപടികളൊക്കെ തന്നെ ഉടൻ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഓഗസ്റ്റ് 10 മുതൽ ഇതിൻ്റെ വിതരണ നടപടികൾ തുടക്കം കുറിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ ആദ്യം സൂചനകളൊക്കെ തന്നെ നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ ഓണക്കിറ്റ് അത് റേഷൻ കാർഡുള്ള എല്ലാ വിഭാഗം ആൾക്കാർക്കും ഒരുപോലെ ലഭിക്കുന്ന ഒന്നല്ല എന്ന കാര്യം കൂടി വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക്, AY വിഭാഗം മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും വിവിധ സ്ഥാപനങ്ങളിൽ ക്ഷേമ സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന അന്തേവാസികൾക്കുമാണ് ഇത്തവണ സൗജന്യ ഓണക്കിറ്റുകളൊക്കെ തന്നെ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തവണ ഓണസദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള അരി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട 16 ഇനം അവശ്യ സാധനങ്ങളടങ്ങിയ സമ്പൂർണ്ണ കിറ്റാണ് സർക്കാർ തയ്യാറാക്കുന്നത്. ഒരു സാധാരണ കുടുംബത്തിന് ഓണക്കാലത്തിൽ വലിയ ആശ്വാസമാകുന്ന രീതിയിലാണ് ഇത്തവണത്തെ ഓണക്കിറ്റിലെ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ റേഷൻ കാർഡുള്ള എല്ലാവർക്കും ഈ ഒരു സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുമെന്ന തെറ്റായ പ്രചരണങ്ങളിൽ വീടരുത്. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ പ്രകാരം മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക.
ആയതിനാൽ ഓണക്കിറ്റ് വിതരണ തീയതികളിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ പാലിച്ച് കിറ്റ് കൈപ്പറ്റുകയും ചെയ്യേണ്ടതാണ് ഇത്തരം ആളുകൾ. സൗജന്യമായി നൽകുന്ന സർക്കാർ ഓണക്കിറ്റിന് പുറമെ ആയിട്ട് പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താനായിട്ട് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി ഓണക്കിറ്റുകളുടെ വിതരണവും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ സൗജന്യ ഓണക്കിറ്റും അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി പണം നൽകി വാങ്ങുന്ന സബ്സിഡി കിറ്റുകളും ഒന്നാണെന്ന രീതിയിലൊക്കെ തന്നെ പലരും സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ രീതിയിലൊക്കെ വിവരങ്ങളൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. സപ്ലൈകോ വഴി പൊതുജനങ്ങൾക്ക് നിശ്ചിത തുക നൽകി വാങ്ങാൻ സാധിക്കുന്ന 3 പ്രധാനപ്പെട്ട സ്പെഷ്യൽ ഓണക്കിറ്റുകളാണ് ഇത്തവണ വിപണിയിലേക്ക് ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് 1000 രൂപ വില വരുന്ന അത്തം കിറ്റാണ്. ഇതിൽ ഏകദേശം 1228 രൂപ മൂല്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയിരിക്കുന്നു. രണ്ടാമത്തേത് 1500 രൂപയുടെ ഉത്രാടം കിറ്റാണ്. ഇതിലൂടെ ഏകദേശം 1900 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു. മൂന്നാമത്തേതും ഏറ്റവും ഉയർന്നതുമായിട്ടുള്ള തിരുവോണം സ്പെഷ്യൽ കിറ്റ് 2500 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇതിൽ ഏകദേശം 3000 രൂപ മൂല്യമുള്ള വിപുലമായിട്ടുള്ള സദ്യ സാമഗ്രികൾ അടങ്ങിയിരിക്കുന്നു. ഇവയൊന്നും സൗജന്യ ഓണക്കിറ്റുകളല്ല, മറിച്ച് ന്യായവിലയിൽ വാങ്ങി ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നക്കൂട്ടുകളാണെന്നും തിരിച്ചറിഞ്ഞ് സ്വന്തം കുടുംബത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള കിറ്റുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റേഷൻ കാർഡ് സംബന്ധമായിട്ട് നിലവിൽ പ്രചരിക്കുന്ന അപ്ഡേറ്റുകളും പുതിയ നിയമങ്ങളെക്കുറിച്ചുള്ള സത്യാവസ്ഥകളൊക്കെ തന്നെ അടുത്തതായിട്ട് നമുക്ക് പരിശോധിക്കാം. നിലവിൽ മുൻഗണനാ വിഭാഗത്തിലേക്ക്, അതായത് സബ്സിഡി കാർഡുകൾ, അതിലേക്ക് മാറുന്നതിനായിട്ടുള്ള അപേക്ഷകളുടെ പരിശോധനകളും തരംമാറ്റ നടപടികളും സർക്കാർ ഏജൻസികൾ വഴി കാര്യക്ഷമമായി തന്നെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ പുതിയ റേഷൻ കാർഡ് മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ പ്രചരിക്കുന്ന പല സന്ദേശങ്ങളും പൂർണ്ണമായിട്ട് വിശ്വസനീയമല്ല. കുടുംബത്തിൻ്റെ വാർഷിക വരുമാന പരിധി, അതുപോലെ തന്നെ ഭൂമിയുടെയോ വീടിൻ്റെയൊക്കെ തന്നെ ചതുരശ്ര അടി വിസ്തീർണം, അതുപോലെ 4 ചക്ര വാഹന ഉടമസ്ഥത തുടങ്ങിയ വിഷയങ്ങൾ നിലവിലുള്ള സർക്കാർ ഉത്തരവുകൾ മാത്രമാണ് അത് പ്രാബല്യത്തിലുള്ളത്. ഔദ്യോഗികമായിട്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനങ്ങൾ അല്ലാതെ ഇത്തരത്തിൽ വാട്സാപ്പിലും യൂട്യൂബിലുമൊക്കെ തന്നെ വരുന്ന വ്യാജ പ്രചരണങ്ങൾ കണ്ട് പരിഭ്രാന്തരാകേണ്ടതില്ല. നിങ്ങളുടെ കാർഡിലെ വിവരങ്ങളിൽ എന്തെങ്കിലും തിരുത്തലുകളോ അർഹതപ്പെട്ട മുൻഗണനാ വിഭാഗത്തിലേക്കുള്ള മാറ്റങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിവിൽ സപ്ലൈസിൻ്റെ ഔദ്യോഗിക പോർട്ടൽ വഴിയോ മാത്രം അപേക്ഷകൾ നൽകാനും വിവരങ്ങൾ പരിശോധിക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഒരേപോലെ ഉറ്റുനോക്കുന്ന ഒന്നാണ് ക്ഷാമബത്ത അഥവാ DA എന്ന് പറയുന്നത്. എന്നാൽ ഈ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, അതോടൊപ്പം തന്നെ DA കുടിശ്ശിക പൂർണ്ണമായും അനുവദിച്ചു എന്നും ഇത്ര ശതമാനം വർധനവ് ഓണത്തിന് മുൻപ് അക്കൗണ്ടുകളിൽ എത്തും എന്ന തരത്തിലൊക്കെ തന്നെ ആകർഷകമായിട്ടുള്ള തലക്കെട്ടുകളോടുകൂടി നിരവധി വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ദിനംപ്രതി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ DA വർദ്ധിപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനായോ സർക്കാർ ഔദ്യോഗികമായിട്ട് കൃത്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് വരെ ഇത്തരം വാർത്തകൾ ഉറപ്പുള്ളതായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അതിനാൽ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ധനസ്ഥിതിയും അതോടൊപ്പം തന്നെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനങ്ങളും അനുസരിച്ച് ഉത്തരവ് പുറത്തിറങ്ങിയാൽ മാത്രമേ ഏത് മാസം മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്നും കുടിശ്ശിക തുക എപ്പോൾ ലഭിക്കുമെന്നും കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതിനാൽ തന്നെ സർക്കാർ ജീവനക്കാരും അതോടൊപ്പം തന്നെ പെൻഷൻകാരും സോഷ്യൽ മീഡിയയിലെ ഊഹാപോഹ വാർത്തകളെയൊക്കെ തന്നെ ആശ്രയിക്കാതെ ധനകാര്യ വകുപ്പിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾക്കായി മാത്രം കാത്തിരിക്കുന്നതാണ് ഉചിതം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഓണക്കാലത്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന എല്ലാ വാർത്തകളും കണ്ണടച്ച് വിശ്വസിക്കാതെ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾക്ക് മാത്രം മുൻഗണന നൽകാനായിട്ട് എല്ലാ പൊതുജനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയായിട്ടുണ്ടെങ്കിലും 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുമെന്ന പ്രചരണങ്ങൾക്ക് നിലവിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ പെൻഷൻ മുടങ്ങാതിരിക്കാനായിട്ട് ആവശ്യമായ ബാങ്ക് ആധാർ ലിങ്കിങ്, അതോടൊപ്പം തന്നെ KYC മസ്റ്ററിങ് എന്നിവയൊക്കെ തന്നെ അടിയന്തരമായിട്ട് പൂർത്തിയാക്കാനും സപ്ലൈകോ കിറ്റുകളുടെയും അതോടൊപ്പം തന്നെ സൗജന്യ ഓണക്കിറ്റുകളുടെയും ഒക്കെ തന്നെ വ്യത്യാസം അത് കൃത്യമായി മനസ്സിലാക്കി അത് പരമാവധി ഈ ഓണക്കാലത്ത് പ്രയോജനപ്പെടുത്താനും പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വിവരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് എല്ലാം തന്നെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ സർക്കാരിൻ്റെ ഭാഗത്ത് വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. കൃത്യമായിട്ട് അത്തരം അറിയിപ്പുകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്ത് വെക്കുക. മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.